പീതാംബരം करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं मामुद्धर भवार्णवात्। श्रीमद्भागवताख्योऽयं प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरे। मनोरथो मदीयोऽयं सफलः सर्वथा त्वया निर्विघ्नेनैव कर्तव्य दासोऽहं तव केशव। ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധ അഥ ഷഷ്ടോധ്യായഃ. രാജോവാച നൂനം ഭഗവ ആത്മാ രാമാണം യോഗസമീരിതജ്ഞാനാവഭർജിത കർമ്മബീജാനാമൈശ്വര്യാണി പുനഃ ക്ലേശദാനി ഭവിതുമർഹന്തി യദൃച്ഛയോപഗതാനി. ഋഷിരുവാച സത്യമുക്തം കിന്തിഹ വാ ഏകേന മനസോത്ഥാ വിശ്രംഭമനവസ്ഥാനസ്യ ഷഠകിരാത ഇവ സംഗച്ഛന്തേ തഥാ ചോക്തം ന കുര്യാത് കർഹിചിത് സഖ്യം മനസി ഹ്യനവസ്ഥിതേ യദ്വിശ്രംഭാ ചിരാചീർണം ച സ്കന്ദ തപ ഐശ്വരം നിത്യം ദദാതി കാമസ്യ ഛിദ്രം തമനുയേരയ യോഗിനഃ കൃതമൈത്രസ്യ പത്യുർജായേവ പുംശ്ചലീ കാമോ മന്യുർമദോ ലോഭ ശോകമോഹഭയാദയഃ കർമ്മബന്ധശ്ച യന്മൂലഃ സ്വീകുര്യാത് കോനു തദ്ബുധ. അഥൈവമഖിലലോകപാലലലാമോऽപി വിലക്ഷണൈർജഡവദവധൂത വേഷഭാഷാചരിതൈരവിലക്ഷിതാ ഭഗവത്പ്രഭാവോ യോഗിനാം സാമ്പരായ വിധിമനുശിക്ഷയൻ സ്വകളേബരം ജിഹാസുരാത്മന്യാത്മാനാമസംവ്യവഹിതാമനർത്ഥാന്തര ഭാവേനാന്വീക്ഷമാണാ ഉപരതാനുവൃത്തിരുപരരാമ. തസ്യ ഹവാ ഏവം മുക്തലിംഗസ്യ ഭഗവതാ ഋഷഭസ്യ യോഗമായാവാസനയാ ദേഹ ഇമാം ജഗതീമഭിമാനാഭാസേന സംക്രമമാണഃ കൊങ്കവെങ്കകുടകാൻ ദക്ഷിണകർണാടകാൻ ദേശാൻ യദൃച്ഛയോപഗത കുടകാചലോപവന ആസ്യകൃതാശ്മകവള ഉന്മാദ ഇവ മുക്തമൂർധജോ സംവീത ഏവ വിചചാര. അഥ സമീരവേഗവിധൂതവേണുവികർഷണജാതോഗ്രദാവാനലസ്താദ് വനമാലേലിഹാന സഹ തേന ദദാഹ യസ്യ കിലാനുചരിതമുപാകർണ്യ കൊങ്കവെങ്കകുടകാനാം രാജർഹന്നാമോപശിക്ഷ്യ കലാവധർമ്മ ഉത്കൃഷ്യമാണേ ഭവിതവ്യേന വിമോഹിത സ്വധർമ്മപഥ കുതോ ഭയപഹായ കുപഥപാഖണ്ഡമസമഞ്ജസം നിജമനീഷയാ മന്ദ സംപ്രവർത്തയിഷ്യത്തെ യേന ഹവാ വാ കലൗ മനുജാഭാത് സദാ ദേവമായാമോഹിതാ സ്വവിധിനിയോഗശൗച ചാരിത്രവിഹീന ദേവഹേളനാന്യപവ്രതാനി നിജ നിജേച്ഛയാ ഗൃഹാണ അസ്നാനാചമനാശൗച കേശോല്ലുഞ്ഛനാദീനി കലിനാ ധർമ്മബഹുലേനോപഹത ബ്രഹ്മബ്രാഹ്മണയജ്ഞ പുരുഷലോകവിദൂഷകാഃ പ്രായേണ ഭവിഷ്യന്തി തേ ചാഹ്യർവാക്തനയാ നിജലോകയാത്രായാന്ധപരമ്പരയാശ്വസ്തമസ്യന്ധേ സ്വയമേവ പ്രപതിഷ്യന്തി അയമവതാരോ രജസോപപ്ലുത കൈവല്യോപശിക്ഷണാർത്ഥ
तस्यानुगुणान् श्लोकान् गायन्ति। अहो भुवः सप्तसमुद्रवत्या द्वीपेषु वर्षेषु अधिपुण्यमेतत् गायन्ति यत्र त्यजना मुरारे कर्माणि भद्राण्यवतारवन्ति। अहो नु वंशो यशसावदात प्रयव्रतो यत्र पुमान् पुराणः कृतावतारः पुरुषः स आद्य चचार धर्मं यत कर्महेतुं कोऽन्यस्य काष्ठामपरोऽनुगच्छेन्मनोरथेन नाप्यभवस्य योगी यो योगमाया स्पृहयत्युदस्ता ह्यसत्तया येन कृतप्रयत्ना इति हस्म सकल वेदलोकदेव ब्राह्मणा गवां परमा गुरोर्भगवता ऋषभाख्यस्य विशुद्धाचरितमीरितं पुंसां समस्तदुश्चरिताभिहरणं परममहामङ्गलाय नमिदमनुश्रद्धयोपचितयानो शृणोत्याश्रावयति वावहितो भगवती तस्मिन् वासुदेव एकान्ततो भक्तिरनयोरपि समनुवर्तते यस्यामेव कवय आत्मानमविरतं विविधा वृजिना संसारपरितापोपतप्यमाना मनुसवनं स्नापयन्तस्तवयैव परया निर्वृत्य ह्यपवर्गमात्यन्तिकं परमपुरुषार्थमपि स्वयमासादितं नो एवाद्रियन्ते भगवती यत्त्वेनैव परिसमाप्ता सर्वार्थ राजन्पतिर्गुरुरलं भवतां यदूनां दैवं प्रियः कुलपति क्वच किङ्करो वा अस्तु एवमङ्ग भगवान् भजतां मुकुन्दो मुक्तिं ददादिकर्हि चित्स्म न भक्तियोगं नित्यानुभूतनिजलाभनिवृत्ततृष्णः श्रेयस्य तद्रचनया चिरसुप्तबुद्धे लोकस्य यः करुणया भयमात्मलोकमाख्यान्नमो भगवते ऋषभाय तस्मै ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ഋഷഭദേവാനുചരിതേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകം വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സൽഗുരോ ശരണം. അമ്മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. പഞ്ചമസ്കന്ധം 6-ാം അധ്യായം. കഴിഞ്ഞ 2-3 അധ്യായങ്ങളിലായി ഋഷഭചരിതത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാഭിയുടെ പുത്രനായി മേരുദേവിയിൽ നിന്നും ഭഗവാൻ ഋഷഭദേവനായി അവതരിച്ചു. ജനിച്ച സമയത്തു തന്നെ കാലടികളിലും കൈത്തലങ്ങളിലും വജ്രം, അങ്കുശം എന്നീ രേഖകൾ ഉണ്ടായിരുന്നതിനാൽ ആ ശിശു ഭഗവാന്റെ അംശാവതാരമാണെന്ന് ഏവർക്കും അറിയാൻ കഴിഞ്ഞിരുന്നു. ശാന്തി, വിഷയങ്ങളിൽ തീരെ താല്പര്യമില്ലായ്മ, വൈരാഗ്യം, ഐശ്വര്യം, അലൗകികമായ തേജസ് എന്നിവയെല്ലാം കണ്ടറിഞ്ഞ നാഭി മഹാരാജാവ് പുത്രന് ഋഷഭൻ എന്നു പേര് നൽകി. ഋഷഭൻ എന്ന വാക്കിന് ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ഋഷഭരാജാവ് പ്രജാക്ഷേമ തൽപരനായി രാജ്യഭരണം നടത്തി. പുത്രന്മാർക്ക് മോക്ഷധർമ്മങ്ങൾ ഉപദേശിച്ചു. തൻ്റെ 100 പുത്രന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്തു.
അതിനുശേഷം എല്ലാം ഉപേക്ഷിച്ച് രാജ്യത്തിൽ നിന്നും പുറപ്പെട്ടു. ആ മഹാത്മാവ് പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, കാടുകൾ, പർവ്വതങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഒരു പ്രാകൃതനെ പോലെ ചുറ്റി സഞ്ചരിച്ചു. ഇതെല്ലാമാണ് നാം കേട്ടത്. ഈ അധ്യായത്തിൽ ഋഷഭദേവന്റെ ദേഹത്യാഗത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഋഷഭദേവ ചരിതം കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, നൂനം ഭഗവ ആത്മാരാമാണാം യോഗസമീരിത ജ്ഞാനാവഭർജിത കർമ്മബീജാനാമൈശ്വര്യാണി പുന ക്ലേശദാനി ഭവിതുമർഹന്തി യദൃച്ഛയോപഗതാനി. ഹേ ഭഗവാനെ, യോഗസിദ്ധി നിമിത്തം തടസ്സം കൂടാതെ ഉജ്ജ്വലിക്കുന്ന ജ്ഞാനാഗ്നിയിൽ സർവകർമ്മങ്ങളും ദഹിച്ചിരിക്കയാൽ നിരന്തരം ആത്മാനന്ദത്തിൽ രമിച്ചിരിക്കുന്നവരെ വ്യാമോഹിപ്പിക്കുവാനോ പുനർജന്മ മരണങ്ങളെ ഉണ്ടാക്കി തീർക്കുവാനോ യോഗ ഐശ്വര്യങ്ങൾക്ക് ശക്തി ഉണ്ടാകുവാൻ തരമില്ലാത്ത സ്ഥിതിക്ക് സ്വയമേവ വന്നുചേർന്ന സിദ്ധികളെ ഋഷഭദേവൻ ആദരിക്കാത്തതിന് കാരണമെന്താണെന്ന് അരുളി ചെയ്യണം. രാജാവിൻ്റെ ചോദ്യം കേട്ട് അതിന് മറുപടിയായി ശുകാചാര്യർ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ഉറച്ച മനസ്സില്ലാത്ത ബുദ്ധിമാന്മാരായവരുടെ മനസ്സിൽ വിശ്വാസമുണ്ടാവുകയില്ല. എപ്രകാരമെന്നാൽ വേട്ടയാടപ്പെട്ട മൃഗങ്ങൾക്ക് കിരാതനിൽ എങ്ങനെ വിശ്വാസമുണ്ടാകും? അതുപോലെ യോഗ ഐശ്വര്യങ്ങളെ ആദരിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് വീണ്ടും ആവക സുഖങ്ങളിൽ ആസക്തമായി വരും. മനസ്സ് എപ്പോഴും ചഞ്ചല സ്വഭാവമുള്ളതാകയാൽ ഒന്നിന്മേലും ഒരു കാലത്തും ഇഷ്ടം കൂടാതെ ഇരിക്കുന്നതാണ് അഭികാമ്യം. വിശ്വാസം കൊണ്ട് ശ്രീ പരമേശ്വരൻ വളരെ കാലം കൊണ്ട് നേടിയ തപസ്സിന് പോലും മോഹിനി രൂപ ദർശനം കൊണ്ട് ഇളക്കം സംഭവിച്ചില്ലേ? യോഗിയുടെ മനസ്സ് കാമത്തിനും കാമത്തെ അനുസരിച്ചിരിക്കുന്ന ക്രോധാദി വൃത്തികൾക്കും പ്രവേശിപ്പാൻ അവസരം നൽകും. ആ വൃത്തികൾ യോഗിയെ യോഗത്തിൽ നിന്നു തന്നെ അധപ്പതിപ്പിക്കും. ഏതുപോലെ എന്നാൽ പരപുരുഷന്മാരോട് സംസർഗം ചെയ്യുന്ന സ്വഭാവദൂഷ്യമുള്ള ഭാര്യയെ വിശ്വസിച്ച ഭർത്താവിനെ കൊല്ലാനുള്ള തക്കവും തരവും അവൾ ജാരന്മാരോട് ഉപദേശിച്ച് ഭർത്താവിനെ കൊല്ലിക്കും. വിഷയങ്ങളെ അനുഭവിപ്പാനുള്ള ആഗ്രഹരൂപമായ കാമം, അതിനെ വിഘ്നപ്പെടുത്തുന്നവരിൽ ക്രോധം, ഭോഗസമ്പത്തി നിമിത്തം മദം, ഉള്ള ഭോഗങ്ങളിൽ തൃപ്തനാകാതെ അധിക സമ്പാദനത്തിൽ അത്യാശാരൂപമായ ലോഭം, ഭോഗസാധനങ്ങളുടെ നാശത്തിൽ ദുഃഖം, അത് നിമിത്തം ആത്മവിസ്മൃതി, വിഷയസുഖങ്ങളെ വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ള ഭയം, ഇവയെല്ലാമാണ് യോഗിയുടെ ശത്രുക്കൾ. ഈ വൃത്തികൾ നിമിത്തം പുണ്യപാപരൂപമായ കർമ്മബന്ധവും സംഭവിക്കും. ഋഷഭദേവന്റെ വിദേഹ കൈവല്യത്തെ പറയുന്നു. അനന്തരം ലോകപാലന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനാകുന്നുവെങ്കിലും ലോകവിലക്ഷണങ്ങളായ വേഷഭാഷാ പ്രവൃത്തികൾ നിമിത്തം ജഡനെ പോലെ ആചരിക്കുന്ന ഭഗവാൻ തന്നിലിരിക്കുന്ന ഈശ്വരപ്രഭാവത്തെ പുറമേ കാണിക്കാതെ തന്നെ യോഗികൾ ദേഹത്തെ ഉപേക്ഷിക്കേണ്ടതായ മാർഗത്തെ അവർക്ക് ഉപദേശിക്കുവാനായിട്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. ആത്മാവിനെ കൂടാതെ അന്യമായ പരമാർത്ഥമില്ലെന്നുള്ള ദൃഢജ്ഞാനം നിമിത്തം സ്വന്തം ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. ഇപ്രകാരം ഭഗവാനായ ഋഷഭദേവൻ ലിംഗദേഹബന്ധത്തിൽ നിന്ന് മുക്തനായെങ്കിലും യോഗമായ വിലാസത്താൽ ശരീരം പിന്നെയും അഭിമാനത്തിൻ്റെ പ്രതിച്ഛായയെ ആശ്രയിച്ചുകൊണ്ട് കുലാലചക്രം തിരിയുന്നത് പോലെ ലോകത്തിൽ പല ദേശങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കൊങ്കം, വെങ്കം, കുടകുരാജ്യം, തെക്കൻ കർണാടക പ്രദേശങ്ങൾ ഇവിടങ്ങളിലെല്ലാം ചുറ്റിയ ശേഷം കുടകപർവ്വതത്തിൻ്റെ സമീപവനത്തിൽ മുഖാന്തർഭാഗത്തിൽ കല്ലും നിറച്ച് അഴിഞ്ഞ തലമുടിയോടുകൂടി ഉന്മാദഗ്രസ്തൻ എന്ന മട്ടിൽ വസ്ത്രം പോലുമില്ലാതെ സഞ്ചരിച്ചിരുന്നു. വളരെ ശക്തിയായി വീശുന്ന കാറ്റിനാൽ ചലിക്കുന്ന മുളകൾ തമ്മിൽ
തട്ടിയുണ്ടായ ഉഗ്രമായ കാട്ടുതീയെ ആ വനത്തെ ദഹിപ്പിക്കുന്ന സമയം. അതോടുകൂടി ആ ശരീരവും ദഹിച്ചു. യാതൊരു പാഷണ്ഡ പ്രചാരത്താൽ കലികാലത്തിലെ മാനുഷാധമന്മാർ മിക്കതും അധർമ്മത്തിൻ്റെ ആധിക്യത്തോടുകൂടിയ കലിയാലും ഈശ്വരമായയാലും ബാധിക്കപ്പെട്ടവരും വിവേകം നശിച്ചവരുമായിട്ട് സ്വധർമ്മങ്ങളെ അനുശാസിക്കുന്ന ശാസ്ത്രമര്യാദയെ അനുസരിച്ചു വേണ്ട സ്നാനം, ആചമനം, ശൗചം മുതലായ വിധികളെ സ്വേച്ഛയാ ഉപേക്ഷിക്കുകയും തലമുടി പിഴുതുപറിക്കുകയും ദേവനിന്ദാസൂചകങ്ങളായ വേദവിരുദ്ധ വ്രതാദികളെ അംഗീകരിക്കുകയും ചെയ്യും. വേദത്തെയോ ബ്രാഹ്മണരെയോ ഈശ്വരനെയോ സജ്ജനങ്ങളെയോ ആദരിക്കുന്നവർ പ്രായേണ കലികാലത്തിൽ കുറഞ്ഞുവരും. തങ്ങൾ തന്നെ സ്വേച്ഛയാ നിശ്ചയിച്ച് പരമ്പരയെന്ന ബോധത്താൽ ഇത് തന്നെയാണ് നല്ല മാർഗം എന്ന് വിശ്വസിക്കുന്നവരായ അവർ ഈ വിധം പാഷണ്ഡ സമ്പ്രദായത്താൽ അതികഠിന ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള സ്ഥാനമായ ഘോര നരകത്തിൽ ചെന്നു വീഴും. അയമവതാരോ രജസോപപ്ലുത കൈവല്യോപ ശിക്ഷണാർത്ഥ തസ്യാനുഗുണാൻ ശ്ലോകാൻ ഗായന്തി. രജോഗുണം നിമിത്തം വിവേകം കുറഞ്ഞവരെ ഉദ്ബോധിപ്പിച്ച് മോക്ഷമാർഗത്തിൽ പ്രവേശിപ്പിക്കുവാനാണ് ഈ അവതാരത്തെ ഭഗവാൻ സ്വീകരിച്ചത്. പാപകർമ്മഫലം അനുഭവിക്കുവാനായി ജനിച്ചിരിക്കുന്ന നികൃഷ്ടന്മാർ ആചരിച്ചതായ പാഖണ്ഡമാർഗം ഭഗവാൻ ഇഷ്ടമുള്ളതല്ല. അവിവേകികൾ കൽപ്പിച്ചുണ്ടാക്കിയതാണ് പാഖണ്ഡമതം. ഭഗവാന്റെ അവതാര പ്രയോജനങ്ങളെ സൂചിപ്പിക്കുന്ന പദ്യങ്ങളെ മഹാന്മാർ ഗാനം ചെയ്യാറുണ്ട്. അഹോനുവംശോ യശസാവദാത പ്രയവ്രതോ യത്ര പുമാൻ പുരാണ കൃതാവതാര പുരുഷസ്സ ആദ്യശ്ചാരധർമ്മം യത കർമ്മഹേതും. പ്രിയവ്രതന്റെ വംശം കീർത്തിയാൽ അത്യന്തം ശുദ്ധമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അനാദിയും ലോകത്തിൻ്റെ ആദികാരണവുമായിരിക്കുന്ന ശ്രീ ഭഗവാൻ ആ വംശത്തിൽ അവതരിച്ചിട്ട് മോക്ഷസാധനമായിരിക്കുന്ന ധർമ്മം അനുഷ്ഠിച്ചു. സകല വേദശാസ്ത്ര ബ്രാഹ്മണ പശുക്കളുടെ പരിപാലകനും ജ്ഞാനമൂർത്തിയുമായ ഋഷഭദേവന്റെ പരിശുദ്ധ ധർമാചരണത്തെ ഞാൻ ഈ വിധം അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതിനും പരമമംഗളങ്ങളെ സാധിപ്പിക്കുന്നതിനും സമർത്ഥമായിരിക്കുന്ന ഈ ചരിതത്തെ പരമവിശ്വാസത്തോടും ഏകാന്തഭാവത്തോടും കൂടി ഏതൊരുവൻ നിരന്തരം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ ഈ രണ്ടുപേർക്കും സർവാന്തര്യാമിയായ ഭഗവാൻ വാസുദേവനിൽ ഫലകാംക്ഷയോട് കൂടാതെ ഇരിക്കുന്ന പരമഭക്തി ഉണ്ടാവും. ശ്രീശുകൻ പറഞ്ഞു. നാനാവിധ കർമ്മഫലമായ സംസാര ദുഃഖത്താൽ അത്യന്തം പരിതപിക്കുന്ന ആത്മാവിനെ ആ ഭക്തിയിൽ തന്നെ വിവേകികൾ സമർപ്പിക്കുന്നു. അതിനാൽ നിരന്തരം അവർക്ക് അനുഭവപ്പെട്ടു വരുന്ന പരമാനന്ദം നിമിത്തം അവരുടെ പ്രാർത്ഥനയില്ലെന്നിരിക്കലും ഭഗവാൻ അവരുടെ സമീപത്തേക്ക് അയച്ചിരിക്കുന്ന പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ കൂടി അവർ ആദരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാം ഭഗവത് സ്വരൂപമായിട്ട് തന്നെ അവർക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു. രാജൻ പതിർഗുരുരലം ഭവതാം യദൂനാം ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോവാം അസ്ത്വേവമംഗ ഭഗവൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി കർഹിചിത് സ്മന ഭക്തിയോഗം. ഹേ രാജാവേ, പാണ്ഡവന്മാരായ നിങ്ങൾക്കും യദുക്കൾക്കും ഭഗവാൻ ഉപദേഷ്ടാവായും ഉപാസിദേവനായും പ്രിയ സുഹൃത്തായും കുലത്തെ വേണ്ടതുപോലെ പാലിക്കുന്ന നാഥനായും എന്നുവേണ്ട ചിലപ്പോൾ ഭൃത്യനായിട്ടുകൂടി ഭവിച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ ഇച്ഛയായിരുന്നു. എന്നാൽ എല്ലാവരിലും ഈ വിധമായ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കരുതണ്ട. നിരന്തരം ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ മുക്തിയെ നൽകും, ഭക്തിയോഗത്തെ നൽകുകയില്ല. പരമപ്രേമ ലക്ഷണയായ ഭക്തി മുക്തിയേക്കാൾ ഗരീയസമെന്ന് അറിഞ്ഞുള്ളൂ. നിത്യാനുമോദ നിജലാഭ നിവൃത്ത തൃഷ്ണ ശ്രേയസ്യ തദ്രജനയാചിരസുപ്തബുദ്ധേ ലോകസ്യ യക്കരുണയാ ഭയമാത്മലോകമാഖ്യാൻ നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. ഋഷഭാവതാരത്തെ ശുകാചാര്യൻ നമസ്കരിക്കുന്നു. നിരന്തരം അനുഭവിച്ചിരിക്കുന്ന ആത്മാനന്ദം
നിമിത്തം യാതൊരു കാംക്ഷയുമില്ലാതിരിക്കുന്ന യാതൊരു ഭഗവാൻ ദേഹഭാവന നിമിത്തം അതിൻ്റെ പരിപാലന വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കയാൽ പരമശ്രേയോരൂപമായ മോക്ഷത്തെ ആലോചിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന സാധാരണ ജനങ്ങളെക്കുറിച്ചുണ്ടാകുന്ന കാരുണ്യത്താൽ ഉപദേശത്താലും തൻ്റെ ആചരണത്താലും ആത്മതത്വത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവോ ഭഗവാനായ ആ ഋഷഭദേവനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കും ശുകാചാര്യനെയും ഋഷഭദേവനെയും നമസ്കരിക്കാം. നിത്യമായ നിരന്തരമായ ഭക്തി ഉണ്ടാകുവാൻ ഭഗവാന്റെ പാദചരണങ്ങളിൽ നമസ്കരിക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പിഴയാകിലും പിഴക്കടന്നാകിലും തിരുവുള്ളം അരുളുക ഭഗവാനേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.